ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോളിഫ്ലവർ തീയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഈ ഒരു തീയലിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് എടുക്കാം. ഇനി ഈ കോളിഫ്ലവർ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോളിഫ്ലവർ ചിലതിലൊക്കെ ചിലപ്പോൾ പുഴുക്കളും മറ്റു കീടവും ഉണ്ടായിരിക്കാം. അതൊന്നും നശിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇത് കോളിഫ്ലവർ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കുന്നത്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഈ കോളിഫ്ലവർ നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ മൊത്തം അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോസസ്സിലോട്ട് കിടക്കാം. ഞാനിവിടെ ചെറിയ ഒരു തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വറക്കാൻ തുടങ്ങാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കേണ്ടത്. അതുപോലെ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പെരുംജീരകം ഇവയെല്ലാം ചേർത്ത് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ തേങ്ങ കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കേണ്ടതാണ്. ഇനിയും തേങ്ങ വറുത്ത അതേ ചീനിച്ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് വെളിച്ചെണ്ണയാണ്. ഏകദേശം ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. കോളിഫ്ലവറിന് ഇച്ചിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ ഇട്ടത്. കോളിഫ്ലവർ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം വലിയ 3 സവാളയും കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള വേഗം ഒന്ന് വരണ്ടു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വരട്ടാമെന്നുണ്ടെങ്കിൽ സവാള വേഗം വരണ്ടു വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചീരയുടെ തണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ മൂടി എടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം. ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ ഇട്ട തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്.